ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. എന്താണ് അരുണാചൽ പ്രദേശിൽ സംഭവിക്കുന്നത്? അവിടെ ചൈനയും ഇന്ത്യയുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നു എന്ന മാധ്യമ വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമുണ്ടോ? ഭയപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യമാണോ രൂപപ്പെടുന്നത്? ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയെ തീ പിടിപ്പിച്ചുകൊണ്ട് ഒരു വാർത്ത, അത് ഊഹാപോഹമാണോ അതോ അതിൽ വാസ്തവമുണ്ടോ എന്നൊന്നും നമുക്കിപ്പോ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. അത് വിവിധ വാർത്താ ഏജൻസികൾ വിശകലനം ചെയ്തു. അതുകൊണ്ടാണ് നമ്മളും അത് ടേക്കപ്പ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്വപ്നം കണ്ട വാർത്തയല്ല. ഇത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ആ വാർത്ത എന്താണ്? അരുണാചൽ പ്രദേശിന്റെ അതിർത്തിയിൽ, അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ, LAC-യിൽ ഇന്ത്യ ചൈന സൈന്യങ്ങൾ, അതായത് പീപ്പിൾസ് ലിബറേഷൻ ആർമിയും ഇന്ത്യൻ ആർമിയും തമ്മിൽ ഫേസ് ഓഫ് എന്ന അല്ലെങ്കിൽ സ്റ്റാൻഡ് ഓഫ് എന്ന, ഫേസ് ഓഫ് എന്നൊരു വാക്കാണ് പല മാധ്യമങ്ങളും, ഇംഗ്ലീഷിലാണ് ഈ വാർത്ത വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫേസ് ഓഫ് എന്ന് പറഞ്ഞാല് ഒരു ഒരു ചെറിയ ഉന്തും തള്ളും പോലുള്ള ചെറിയ സംഘർഷം. ആ സംഘർഷം അത് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ചില മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താസ്കിൻ എന്ന പ്രദേശത്തു നിന്നാണ്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ ചൈന ഇന്ത്യ അതിർത്തിയിലെ അരുണാചൽ പ്രദേശിലെ താസ്കിൻ എന്ന സ്ഥലത്തു നിന്നാണ് ഈ സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം പ്രചരിച്ച വീഡിയോകളിൽ ഇന്ത്യ ചൈന സൈന്യം തർക്കത്തിൽ ഏർപ്പെടുന്നു. ഇന്ത്യൻ സൈന്യം അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഈ ഇവിടെ പട്രോളിംഗ് നടത്തുമ്പോൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇത്ര ആൾക്കാരെ ഒരു പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന്. അത് 20 പേരാണ്. പകരം നിങ്ങളുടെ സംഘത്തിൽ 40-ലധികം ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾക്ക് 20 ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള വീഡിയോകളാണ് ആദ്യം സോഷ്യൽ മീഡിയയിൽ വന്നത്. ആ വീഡിയോ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വേറെ വീഡിയോകൾ വന്നു. ചൈന ഇന്ത്യൻ സൈന്യത്തോട് പറയുന്നു, നിങ്ങൾ നോക്കുക, നിങ്ങളും ഞങ്ങളും തുല്യരാണ് എന്നുള്ളത്. നിങ്ങൾ എണ്ണി നോക്കൂ, നിങ്ങളുടെ ടീമംഗങ്ങളും ഞങ്ങളുടെ ടീമംഗങ്ങളും തുല്യമാണെന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയുടെ ഒരു സൈനികൻ ചൈനീസ് സൈനികരോട് ചൈനീസ് ഭാഷയിൽ പറയുന്നുണ്ട്. അതായത് അതിലൊരു സൈനികനോട് ചോദിക്കുന്നു, നീ ടിബറ്റുകാരനാണല്ലോ, നിനക്ക് നാണമില്ല ഈ ചൈനീസ് ആർമിയുടെ കൂടെ നിന്ന് ഇങ്ങനെ പട്രോളിംഗ് നടക്കാനായിട്ട്? അപ്പൊ അയാളൊന്നും മിണ്ടുന്നില്ല. അങ്ങനത്തെ വീഡിയോകളും പുറത്തു വന്നു. അപ്പൊ ഇത് രണ്ടും വിശകലനം ചെയ്തിട്ട് ചിലർ പറയുന്നത്, ചൈന ഈ പ്രദേശത്ത് കൂടി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനോ ഇന്ത്യ കുറച്ചുകൂടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു പ്രാഥമിക ശ്രമം നടത്തി ഇന്ത്യ അത് മുളയിലെ നുള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അതായത് രണ്ടാമത്തെ വീഡിയോ പറയുന്നത്, ഈ ഇന്ത്യൻ സൈന്യം പട്രോളിംഗ് നടത്തുന്ന ടീം കുറവാണ് എന്നുള്ളൊരു തോന്നൽ ചൈനയ്ക്ക് ആദ്യം ഉണ്ടായി. ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തത് ചൈന തന്നെ ആയിരിക്കും. പിന്നീട് രണ്ടാമത് കൂടുതൽ ഇന്ത്യൻ സൈന്യം ബാക്കപ്പ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചൈന ഞെട്ടിപ്പോയി. അതോടുകൂടി അവർ പറയുന്നു, നിങ്ങളും ഞങ്ങളും എണ്ണത്തിൽ തുല്യരാണല്ലോ എന്നുള്ളത്. അപ്പൊ അതായത് അവിടെ എന്തോ ഒരു കശപിശ നടന്നു എന്നുള്ളത് ആണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ അരുണാചൽ മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യം അത് നിഷേധിച്ചിട്ടുണ്ട്. അതും പറയണമല്ലോ. പക്ഷേ സൈന്യം നിഷേധിച്ചെങ്കിലും ഇത്തരം വീഡിയോകളൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോകളൊന്നും ആരും എടുത്ത് നീക്കിയിട്ടില്ല. അതിന്റെ പേരിൽ ആർക്കെതിരെയും കേസും എടുത്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതിനൊരു സാധ്യത ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചൈനീസ് പ്രധാനമന്ത്രി സി ജിൻപിങ് ഈ വരുന്ന 13-14 തീയതി, അതായത് സെപ്റ്റംബർ 13-14 തീയതികൾ ഡൽഹിയിലെത്തുകയാണ് എന്നാണ് വാർത്ത. അദ്ദേഹം ബ്രിക്സ് ലീഡേഴ്സ് സമ്മിറ്റിൽ പങ്കെടുക്കും. 13-14 12-13 തീയതികളിൽ ബ്രിക്സ് ലീഡേഴ്സ് സമ്മിറ്റിന് പങ്കെടുക്കാനായിട്ട് ന്യൂഡൽഹിയിൽ എത്തും എന്നാണ് വാർത്ത. ചൈനീസ് നേതാക്കൾ ഇന്ത്യയിലെത്തിയാലോ ഇന്ത്യൻ നേതാക്കൾ ചൈനയിലെത്തിയാലോ ഉടൻ തന്നെ ചൈന കാണിക്കുന്ന ഒരു വേലയാണ് ഈ അതിർത്തി ലംഘനം. അതായത് ചൈനയിൽ ഒരു വിഭാഗം ഹാർഡ് ലൈനേഴ്സ് ഉണ്ട്. അവര് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സമാധാന പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ചില ആൾക്കാർ പറയുന്നത്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഈ വരുന്ന നേതാവ് ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ചൈനയുടെ ഒരു പോളിസിയാണ്. അതായത് ചൈന ഇന്ത്യയെ രാജ്യത്തെയും ചൈനയ്ക്ക് തുല്യമായിട്ട് കാണുന്നു. അറബ് രാജ്യങ്ങളിൽ ആയതെങ്കിലും നയത്തിന്റെ ആണിക്കല്ല മൂലക്കല്ല സ്ഥാനത്തും 3-ാം സ്ഥാനത്തും ഒക്കെ. വിദേശ നയം,
അതാണ് ചൈന എപ്പോഴും പിന്തുടരുന്നത്. ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് വുൾഫ് വാറിയർ ഡിപ്ലോമസി എന്നുള്ളതാണ്. അതായത് ഒരു ഒരു യോദ്ധാവ് ഒരു 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 ചെന്നായ എങ്ങനെയാണ് കയറി വരുന്നത്, അതുപോലെയാണ് ചൈന അഗ്രസീവായിട്ട് അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. ചൈനയും വേറൊരു രാജ്യമായിട്ട് ചർച്ച നടത്തുമ്പോൾ ചൈന അവരുടെ തലയിൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ചൈന ആരുടെ മുമ്പിലും റിക്വസ്റ്റ് ചെയ്യുക, അപേക്ഷയില്ല, ചൈനയുടെ ആജ്ഞയാണ്. ചൈന അമേരിക്കയെ പോലെ യുദ്ധം നേരിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം അതിനങ്ങോട്ട് ചൈന വളർന്നതായിട്ട് ചൈനയ്ക്ക് പോലും ആത്മവിശ്വാസമില്ല. ഇവിടെ ഇന്ത്യക്ക് നേരെ ഇത് ചെയ്യുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്. അതായത് ലോകത്ത് ഇന്ന് ഏഷ്യയിലെ ചൈന കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി ഇന്ത്യയാണ്. ചില അർത്ഥത്തിൽ ചൈനയോടൊപ്പം തന്നെയുള്ള അല്ലെങ്കിൽ ചൈനയേക്കാൾ മെച്ചപ്പെട്ട ശക്തിയും. അപ്പൊ ഇന്ത്യയെ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയെ ആക്രമിച്ചു എന്നൊരു കള്ള വാർത്ത പുറത്തുവിട്ട് പോലും അതിൽ ചൈനയ്ക്ക് ഗുണമുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് ചൈന തന്നെ ആയിരിക്കാം ഈ വാർത്ത പുറത്തുവിടുന്നതെന്നാണ് ചിലർ സൂചിപ്പിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ സമയപരിമിതി പോലെ ഞാൻ ഒരുപാട് ദീർഘമായിട്ട് നീട്ടുന്നില്ല. ഇതിൽ കുറച്ചു നാളിന് മുമ്പ്, ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് കുറച്ച് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ വാർത്തകള് പ്രകാരം ഇന്ത്യയുടെ 7ഓളം സ്ഥലങ്ങളിൽ ഈ അരുണാചൽ പ്രദേശിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ചൈന കടന്നു കയറിയെന്ന് അവിടെയുള്ള ഒരു ഗോത്ര വിഭാഗത്തിന്റെ സംഘടന ഒരു പരാതി നൽകിയിരുന്നു. നാ വെൽഫെയർ സൊസൈറ്റി എന്ന ഒരു ഗോത്ര സംഘടനയാണ് NAH, നാ വെൽഫെയർ സൊസൈറ്റി. അവരാണ് ഇങ്ങനെ ഒരു ആരോപണം ആദ്യം ഉന്നയിച്ചത്. ആ പ്രദേശത്തെ അവരുടെ നേതാക്കന്മാരും പ്രദേശത്തെ പ്രാദേശികമായിട്ടുള്ള ചില ജനപ്രതിനിധികളും ഒക്കെ ഈ ആരോപണം ഏറ്റുപിടിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സൈന്യം ഗ്രൗണ്ട് ലെവൽ പരിശോധന നടത്തണം എന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ ആദിവാസി സംഘടനയുടെ നേതാവായിട്ടുള്ള താമി പാങ്കുവും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതേസമയം തന്നെ സൈന്യവും ആ സമയത്ത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജുവും ഒക്കെ തന്നെ ഇത് ചൈനീസ് പട്ടാളത്തിന്റെ PLAയുടെ നിയന്ത്രണത്തിലാണെന്നും ഈ പ്രദേശങ്ങളിൽ ചൈന റോഡുകളും പാലങ്ങളും അതുപോലെ തന്നെ മിലിറ്ററി ക്യാമ്പുകളും ഒക്കെ പണിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം. ഈ ആരോപണത്തെ അരുണാചൽ മന്ത്രിമാരൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, അവർ പറയുന്നത് സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡ് എന്നുള്ള നിലയിൽ കുറെ കാലം മുമ്പ് നടന്ന ഇത്തരം അഗ്രഷനുകളുടെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ് എന്നുള്ള ഒരു സൂചനയാണ് അരുണാചലിലെ നേതൃത്വം, അതായത് ഭരണകൂടം, അരുണാചൽ സ്റ്റേറ്റ് സംസ്ഥാന നേതാക്കന്മാരും സംസ്ഥാന മന്ത്രിമാരും ഒക്കെ പറയുന്നത്. എന്തായാലും ശരി, ഈ ചൈന എന്തിനൊക്കെയോ കോപ്പ് കൂട്ടുന്നുണ്ട്, എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ ചൈനയുടെ ഭാഗത്ത് നിന്ന് വേവുന്നുണ്ട്. കാരണം മുഖ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ അടുത്ത കാലത്ത് അരുണാചൽ പ്രദേശിലൂടെയുള്ള ഇന്ത്യ ചൈന കര വഴിയുള്ള വ്യാപാരം വീണ്ടും പുനഃസ്ഥാപിച്ചിരുന്നു. അടഞ്ഞുകിടന്ന വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറന്നിരുന്നു. ഇതൊക്കെ തുറക്കുമ്പോൾ ചൈനയുടെ ഭാഗത്ത് ചൈന പരാജയപ്പെട്ടു പോവുകയാണോ എന്നുള്ള രീതിയിൽ ചൈനയിലെ പാർട്ടിക്കുള്ളിൽ ചില വിമർശനങ്ങളുണ്ട്. അപ്പൊ പാർട്ടിയിലെ വിമർശനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ചൈന വ്യാജ വാർത്തകൾ പുറത്തുവിടുന്നു എന്നുള്ള ഒരു ആരോപണം, അതിൽ കുറച്ച് സാങ്കത്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോപണങ്ങൾ നിരന്തരമായിട്ട് ചൈന പുറത്തുവിടും. ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയാണ് ചൈനയുടെ. ഒരു ഭാഗത്തുകൂടി ചൈന നമ്മളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും, മറുഭാഗത്തുകൂടി ചൈന നമ്മളുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടും. ഇത് ചൈനയുടെ ഒരു സ്ഥിരം ശൈലിയാണ്. പിന്നെ മാത്രമല്ല, ഇന്ത്യയെ ഒന്ന് പേടിപ്പിക്കാൻ പറ്റുമോ? നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. വാട്ട് ഈസ് റോങ് ഇൻ ഗിവിംഗ് എ ട്രൈ എന്നുള്ളതാണ് ചൈനയുടെ ചോദ്യം. ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ തെറ്റ്? പോയാൽ പോട്ടും പോടാ എന്നുള്ള മട്ട്. ഇതാണ് ഇപ്പൊ ചൈന അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചൈനയുടെ ഏറ്റവും ഒടുവിലത്തെ ഈ ഒരു അഗ്രഷൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുന്നത്. പക്ഷെ ഇത് അവിടെ നിരന്തരം ഉണ്ടാകുന്നതാണ്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും സി ജിൻപിങ്ങിന്റെ സന്ദർശനത്തിന് മുമ്പ് നടന്ന ഈ സംഭവത്തിന് ഒരല്പം പ്രാധാന്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് കൃത്യമായിട്ട് ചർച്ച ചെയ്യാൻ പ്രാധാന്യമുണ്ട് ഞാൻ കരുതുന്നത്. കാരണം സി ജിൻപിങ്ങിന്റെ സന്ദർശനത്തെ മുമ്പ് സി ജിൻപിങ് ഇവിടെ എത്തുമ്പോൾ ചൈന ലോകത്തിനോട് പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യയും തുല്യരൊന്നുമല്ല, ഞങ്ങൾ ഇതേണ്ട ഒരു അടി കൊടുത്തിട്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് നടത്തിയത്. പക്ഷെ ഇന്ത്യ വളരെ കരുതലോടെ ഇരിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ചൈനയുടെ ഈ അഗ്രഷനെ നമ്മൾ പിന്തള്ളും. പക്ഷെ വരും ദിവസങ്ങളിൽ എനിക്ക് ഉറപ്പുണ്ട് വീണ്ടും പല ഭാഗങ്ങളിലും, ലഡാക്ക് ഉൾപ്പെടെയുള്ള പല
മേഖലകളിലും ചൈന ഇതേ തന്ത്രം വീണ്ടും പ്രയോഗിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല, പാകിസ്ഥാൻ അതിർത്തിയിൽ ചൈനീസ് നിർമ്മിത പീരങ്കികൾ വിന്യസിച്ചതായിട്ടും ചൈന J-20C ടിബറ്റിൽ വിന്യസിച്ചതായിട്ടുള്ള വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ചൈന 5th ജനറേഷൻ ചൈനയുടെ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയിലേക്ക് നീക്കിയിരിക്കുന്നു. ഇതൊക്കെ തന്നെ ചൈനയുടെ ഒരു പ്രഷർ ടാക്ടിക്സ് ആണ്. അത് വാർ ഓഫ് അട്രീഷൻ എന്ന് പറയുന്ന ചൈനയുടെ ഒരു യുദ്ധതന്ത്രം. അതായത് എതിരാളിയെ ഇങ്ങനെ ദേഹത്ത് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി എതിരാളിയുടെ രക്തം ഊറ്റിക്കളഞ്ഞ് എതിരാളിയെ ദുർബലനാക്കുന്ന ഒരു യുദ്ധതന്ത്രമാണ് വാർ ഓഫ് അട്രീഷൻ. അതുപോലെ തന്നെ ചൈന പ്രയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണ് സലാമി സ്ലൈസിങ് എന്ന് പറയുന്ന കുറച്ച് ഏരിയകൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കേരളത്തിന്റെ തനതായ വാക്കുകളിലൂടെ പറഞ്ഞാൽ ഇങ്ങനെ അതിർത്തി മാന്തുന്ന ആൾക്കാരുണ്ട്. അയലത്തുകാരന്റെ അതിർത്തിയിൽ ചെന്നിട്ട് അവന്റെ വേലി ഇങ്ങനെ കുറച്ചൊന്ന് നീക്കി അങ്ങോട്ടിടും. അത് ചൈന വലിയ വിശാലമായ അടിസ്ഥാനത്തിൽ അത് ഒരു രാജ്യം തന്നെ അത് ചെയ്യുന്ന ഇതാണ് സലാമി സ്ലൈസിങ് എന്ന് പറയുന്നത്. കുറച്ച് ഏരിയ ഇങ്ങനെ ഇപ്പൊ 1 കിലോമീറ്റർ പിടിച്ചെടുക്കും, 1/2 കിലോമീറ്റർ പിടിച്ചെടുക്കും. ഇതും ചൈന ചെയ്തുകൊണ്ടേയിരിക്കും. ചൈന എന്ന രാഷ്ട്രം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരം തന്ത്രങ്ങൾ ചൈനയുടെ വ്യവസ്ഥിതി ഒരു ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ പല രീതിയിൽ വിജയിച്ചു നിന്നാൽ ചൈനയുടെ കമ്മ്യൂണിസത്തിനെതിരെ ചൈനയിൽ നിന്ന് തന്നെ അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടാകും. അത് ഇല്ലാതാക്കാനും കൂടിയാണ് ചൈന ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ശരി, ഇപ്പോഴവിടെ ഒരു സംഘർഷം ഉണ്ടായി എന്നുള്ളത് 100% തള്ളിക്കളയാൻ ഞാൻ തയ്യാറല്ല. അത് ഇന്ത്യ പരാജയപ്പെടുത്തിയെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ സി ജിൻപിങ് വന്നതിന് ശേഷം ഒരു 2-3 മാസം കൂടി ഇന്ത്യ ജാഗ്രത തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് ഉടൻ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.